everyone, I'm Samira Ajmal. Today's video is special one as I'm going to share with you a milestone that I have been waiting for long time to reach. Of course, my first YouTube payment. എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ മിക്സ് ആയിട്ടാണ്. അതിന് പ്രധാന കാരണം ഉദ്ദേശം എന്ന് പറഞ്ഞത് എൻ്റെ സ്റ്റേറ്റിന് പുറത്തുള്ള കുറച്ച് ഫ്രണ്ട്സും കൂടെ അവർക്കും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കാത്തിരുന്നൊരു ദിവസമാണ് അത്. ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ മാസം തന്നെ ഐ ഗോട്ട് മൈ ഫസ്റ്റ് പേയ്മെന്റ് ഇൻ ദ മന്ത് ഓഫ് ലാസ്റ്റ് മന്ത് ഏപ്രിൽ ഐ ഗോട്ട് ഇറ്റ്. പിന്നെ ഞാനത് ആ സമയത്ത് റിവീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഐ വാസ് ബിസി വിത്ത് മൈ ഹസ്ബൻഡ് കെയിം ഫ്രം എബ്രോഡ്. അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഏപ്രിൽ ലാസ്റ്റാണ് എനിക്ക് ആദ്യത്തെ പേയ്മെന്റ് ലഭിച്ചത്. You may be curious, right? How much I earned. You may be curious about how much the YouTubers make in the first start out. So today I'm going to reveal my first amount, the first YouTube payment. I'll show you the screenshot. ഞാൻ സ്ക്രീൻഷോട്ട് ഒക്കെ കാണിക്കുക എത്ര പേയ്മെന്റ് ആണ് കിട്ടിയത്. നമുക്ക് സാധാരണ യൂട്യൂബ് പേയ്മെന്റ് വരുന്നത് എല്ലാ മാസം ലാസ്റ്റ് ആയിട്ടാണ് വരിക. അതായത് മിനിമം പേയ്മെന്റ് ത്രഷോൾഡ് വരുന്നത് $100 ആണ്. അപ്പൊ എനിക്കും അങ്ങനെ തന്നെ $103 ആയപ്പോഴാണ് എനിക്ക് ആദ്യത്തെ പേയ്മെന്റ് വരുന്നത്. ഏപ്രിലാണ് എനിക്ക് ലഭിച്ചത്. When I started this channel, I never imagined I would earn money, really. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് I think I started this channel during Corona time. When I started, everybody used to, ഒരുപാട് പേര് ചാനലുകൾ തുടങ്ങുന്ന വെറുതെ ഇരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഒരുപാട് ചാനലുകൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് ആണ് ഞാനും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. But I just thought that I should not be ashamed in front of anybody. I should minimum get 1,000 views. എനിക്ക് പേയ്മെന്റ് ഒന്നും ലഭിക്കണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു എന്താ പറയാ, ചാനല് തുടങ്ങുക. അതുപോലെ ഞാൻ തുടങ്ങിയെന്ന് എല്ലാവരും അറിയുമല്ലോ, ഒരു നല്ല ഇതല്ലേ, ഒരു അഭിമാനമല്ലേ. അതുകൊണ്ട് എനിക്ക് 1000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതല്ലേ, നാണം കെടൂലല്ലോ എന്നൊക്കെ ചിന്തയിലാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ ഒരിക്കലും പേയ്മെന്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ആ സമയത്ത് നമുക്ക് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ടൈം ഡ്യൂറിങ് കൊറോണ ടൈം ബിക്കോസ് ഐ വാസ് സിംപ്ലി സിറ്റിംഗ് അറ്റ് ഹോം. വി ആർ നോട്ട് ഡൂയിങ് എനി വർക്ക്. സോ I was not doing any work. അങ്ങനെ ആ സമയത്ത് I used to do one video in a week. പക്ഷെ ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരിക്കലൊക്കെ വീഡിയോ ചെയ്യുന്നില്ല. അതിന് പ്രധാന കാരണം ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ പോയി വൈകുന്നേരം വന്ന് പിന്നെ മോളെ ഹോംവർക്ക് കാര്യങ്ങൾ, പിന്നെ ജോലി, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് നേരമാകുമ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പോൾ സൺഡേസ് ആണ് ഞാൻ വീഡിയോ ചെയ്യല്. സൺഡേസിൽ തന്നെ എല്ലാ സൺഡേസില്ല, ചിലപ്പോൾ മാസത്തിലൊന്ന്, ആഴ്ചയിലൊന്ന്, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന്, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യലുള്ളൂ. ആദ്യം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊറോണയുടെ സമയത്ത് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ചെയ്യാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യലില്ല. അപ്പം അതിനനുസരിച്ചുള്ള വ്യൂസിന്റെ കുറവും കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഏർണിംഗ് മണി, ഓൾ അബൌട്ട് ജേർണി of growth and experience along the way, and every step was the learning process. ഞാൻ ഇതൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ അത് തുടർച്ചയായിട്ട് ചെയ്യാൻ കാരണം, എനിക്കൊരു പേയ്മെന്റ് കിട്ടാൻ എനിക്ക് മോട്ടിവേഷൻ വന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റൊക്കെ ഇങ്ങനെ വ്യൂസൊക്കെ കുറയുന്ന സമയത്ത് ഭയങ്കര ഇതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇതേ ഫേസ്ബുക്ക് റീൽസോ ഇങ്ങനെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വാക്യം കണ്ടു. അതായത് നമ്മൾ എന്തും തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരു റിസൾട്ട് ഉണ്ടാകും, ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും എന്നുള്ള ഒരു കോട്ട് എൻ്റെ മനസ്സിൽ എവിടെയോ തട്ടി. അങ്ങനെയാണ് കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്നുള്ള, അതായത് തുടർച്ചയായിട്ട് നമ്മൾ എന്തും ചെയ്താൽ വിജയം കാണും എന്നുള്ള ആ ഒരു വാക്യം എവിടെയോ എൻ്റെ മനസ്സിൽ സ്ട്രക്ക് ചെയ്തു. അങ്ങനെയാണ് ഞാനത് എന്താ പറയാ, എന്നാ പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ ചെയ്തു നോക്കട്ടെ തുടർച്ചയായിട്ട്, ഇത് ശരി തന്നെയാണോ എന്നറിയാൻ വേണ്ടി അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങിയതാണ്. അഫ്കോഴ്സ് തീർച്ചയായിട്ടും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് പേയ്മെന്റ്. ഞാൻ വളരെ എന്താ പറയുക മെനക്കെട്ടിരുന്ന് ചെയ്യാറില്ല, ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് മാത്രം ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു വരുമാനം എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഡെയിലി ഒരു തുടർച്ചയായിട്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റ് പോപ്പുലർ യൂട്യൂബേഴ്സ് മേക്ക് ചെയ്യുന്ന പോലെ തന്നെ അത്രയും മണിയൊക്കെ നമുക്കും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഒരു സംശയമില്ല.
നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ കണ്ടൻറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും കിട്ടുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷെ എനിക്ക് സമയക്കുറവ് ഉള്ളതുകൊണ്ടും കുറച്ച് മടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇതെനിക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. അതിന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം ടു താങ്ക് എവ്രി വൺ ഹൂ സപ്പോർട്ടഡ് മീ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും, അതായത് എൻ്റെ വീഡിയോയുടെ പ്രധാന ഓഡിയൻസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് അല്ലാത്തവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ മെനക്കെട്ടിരുന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത്, അവർക്ക് ഉപകാരം ഇല്ലാത്ത വീഡിയോ ആണ് എന്നാലും പോലും അവരെ ഓൺ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ സ്പെഷ്യൽ താങ്ക് യു. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഇമെയിൽ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരാറുണ്ട്, സിലബസ് അയച്ചു തരാറുണ്ട്. ഇവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഫസ്റ്റ് പേയ്മെന്റ് കിട്ടില്ല. ഞാൻ പറയുന്നെങ്കിൽ എനിക്ക് വലിയ സംഭവമായിട്ട് എനിക്ക് ഒരുപാട് മണി ഏൺ ചെയ്തതൊന്നുമില്ല. വളരെ കുറച്ചാണെങ്കിലും അത് ഞാൻ ഒരിക്കലും ഐ നെവർ ഇമാജിൻ ഐ വുഡ് ഏൺ ദിസ് മച്ച് മണി. ഐ വാണ്ട് ടു ടേക്ക് ദിസ് മൊമെന്റ് ടു താങ്ക് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഹു ഹാവ് ബീൻ പാർട്ട് ഓഫ് ദിസ് ജേർണി. And of course, those who have been, whether you have been from the beginning or you have been recently joined, whatever it may be, thank you so much all for your support. I'm grateful for your support. And so that's all for this video. If you are new here, don't forget to give a thumbs up, and see you in next one. That's all. I'm Samira Ajmal signing off.